അപ്പോൾ എങ്ങനെയാ മൊത്തത്തിൽ ചൂടുണ്ട് എന്ന് പറഞ്ഞു, ജീവിതമൊക്കെ സുഖമാണോ? നന്നായി പോകുന്നു, ഹാപ്പിയാണ്. ഇവിടുത്തെ മൊത്തത്തിൽ ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുകയാണ്. ഇവിടെ സാധ്യത ആർക്ക് ആദ്യഘട്ടത്തിൽ? തെരഞ്ഞെടുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ 100% വിജയിക്കും. ഞാനിപ്പോ രമ്യ ഹരിദാസിനെ കണ്ടിരുന്നു. രമ്യ ഹരിദാസിന് കോൺഫിഡൻസ് കൂടി എന്നാണ് രമ്യ പറയുന്നത്. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നോ മറ്റേ ഇരുന്നുള്ളൂ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ രമ്യ ഹരിദാസിന്റെ വിജയമല്ല, അവരുടെ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. കെ ബിജു നിൽക്കുന്നത് പോലെയാണോ ഒരു മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ വരുമ്പോൾ? അല്ല, മന്ത്രി എന്നുള്ളതിൽ ഇപ്പൊ അത്ര വലിയ ഇതൊന്നും. ഇപ്പൊ ഒരുപാട് പേര് മന്ത്രിമാരായിട്ടുണ്ട്. പക്ഷെ രാധാകൃഷ്ണന്റെ ഇമേജ് ഇല്ലേ? രാധാകൃഷ്ണന്റെ ഇമേജ് രാധാകൃഷ്ണനൊക്കെ ഉണ്ട്, രമ്യ ഹരിദാസിന്റെ ഇമേജ് രമ്യ ഹരിദാസിനും. അങ്ങനെയാണ് ഒരു സാധ്യത. മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരിക്കും? വലിയൊരു വിഷയം എന്ന് വെച്ചാൽ കേരളം ഈ 7 കൊല്ലക്കാലമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. 8 വർഷമായിട്ട് അഴിമതിയും ധൂർത്തും കണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഇനിയും ജനം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം, ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെ തോന്നലുണ്ട്? അങ്ങനെയല്ല, അതിനകത്ത് നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ആലത്തൂരുകാർക്കുണ്ട്. ഒരു അബദ്ധം പറ്റി, ആ അബദ്ധത്തിൽ നിന്നും നമ്മൾ പുറത്ത് ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയാണ് ആലത്തൂരിലെ ജനത. പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിലെ ജനത, ആലത്തൂർ പഞ്ചായത്തിലെ ജനത. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് 5 വർഷം കഴിയുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് വരുന്നത്. 5 വർഷത്തിനകത്ത് ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാനുണ്ടായാൽ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അബദ്ധം പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. 1.5 ലക്ഷം വോട്ടിനൊക്കെ അബദ്ധം പറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 ലക്ഷം വോട്ടിന് ഒരു അബദ്ധം പറ്റലല്ല, അത് കഴിഞ്ഞ തവണത്തെ ട്രെൻഡാണ്. ആലത്തൂരിലെ ജനതയ്ക്ക് പറ്റിയതൊരു അബദ്ധമാണ്. 5 വർഷമായി നിയമസഭയ്ക്കകത്ത്, ഈ പാർലമെന്റിനകത്ത് ആലത്തൂരിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കാൻ എണീറ്റ് നിന്നതാ. അപ്പുറത്തുള്ള ഗുജറാത്തിലെയും മറ്റ് MP-മാർ 2 സൈഡിൽ നിന്ന് ഞെക്കി. ചോദ്യം അവിടെ നിന്നു. ഒരിക്കലും അങ്ങനെയല്ല. ഒരുപാട് ചോദ്യങ്ങൾ ആലത്തൂരിന് വേണ്ടി ഉന്നയിച്ചിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളെ, എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചു. വികസന പ്രവർത്തനങ്ങൾ ഇല്ല എന്നാണ് പ്രതിപക്ഷം ഇപ്പൊ പറയുന്നത്, പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ പറയുന്നത്. ഒരിക്കലുമല്ല. 1734 കോടിയുടെ വികസനം ആലത്തൂര് മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോർഡ് വിവരാവകാശ പ്രകാരം ഞാൻ ചോദിക്കട്ടെ. MP എന്ന നിലയിൽ രമ്യ ഹരിദാസ് 100% പരാജയമാണ്. ആണ്. എവിടെ എത്തിയിട്ടില്ല. ഇദ്ദേഹത്തെ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. മണ്ഡലത്തിൽ പക്ഷെ ഉണ്ടായിരുന്നല്ലോ രമ്യ, കർഷകർക്കൊപ്പം. ഇല്ല, കർഷകരുടെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുന്നൊരു കാര്യം. 10 ആൾ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങും, ഒരു പാട്ട് പാടും, ഒരു സെൽഫി എടുക്കും. ആരെങ്കിലും ഒന്ന് ശരീരത്തിൽ മുട്ടിയാൽ റോഡിലാണെങ്കിലും ഇരിക്കും. ഒരു MP എന്നുള്ള നിലയിൽ നിലവാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു MP ആണ് ഇന്ന് കേരളത്തിലുള്ളത്. നമ്പർ 1 രമ്യ ഹരിദാസ്. വികസനത്തിലല്ല, വിജയരാഘവൻ പറഞ്ഞതുപോലുള്ള പരാമർശങ്ങൾ ഇതൊക്കെ. മേത്തുമുട്ടുമ്പളത്തിന് എന്താണ് അതല്ല, അവരൊരു പിന്നെ യാത്ര പോകുമ്പോ കുറച്ച് തൊഴിലുറപ്പ് പദ്ധതിക്കാർ ആലത്തൂർ ഏതോ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിറങ്ങി, അത് അവരുടെ സ്വാഭാവിക. ഈ ചേട്ടൻ ചോദിച്ചത്, ഈ മണ്ഡലത്തിൽ 1734 കോടി രൂപയുടെ വികസന പ്രവർത്തനം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറ്റും? കാണിച്ചു തരാം. വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ആലത്തൂർ. അത് പ്രകാരം ഇവർ വിവരാവകാശം ചോദിക്കട്ടെ. വിവരാവകാശ നിയമപ്രകാരം ഇതിൽ കാണുന്ന സത്യങ്ങളാണോ എന്നുള്ള പരിശോധിക്കാലോ. അത് സത്യമാണോ? സത്യമാണല്ലോ. ചോദിച്ചാൽ അറിയില്ലല്ലോ. അത് സത്യമല്ല. ആണോ? ഒന്നും നടന്നിട്ടില്ലേ? 1734 കോടി രൂപയുടെ വികസനം നടന്നു എന്നൊക്കെ പറയുന്നു. അതെന്താ അവര് പറയുന്നേ ഉള്ളൂ. ആണോ? ശരിയാണോ? ഇവിടെ വല്ലതും നടന്നിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ ഒന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഇങ്ങനെ പോകുന്നു. പെൻഷൻ കിട്ടിയില്ല എന്നുള്ള പ്രശ്നമല്ലേ? ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പെൻഷൻ ഒരു വിഷയമായിരിക്കുമോ? അതൊരു വിഷയമല്ല. അല്ല. രാധാകൃഷ്ണൻ ശക്തനാണോ ഇവിടെ? ആണോ? എന്താ അവസ്ഥ? ശക്തനാണ്. രമ്യ ഹരിദാസ് 1734 കോടി രൂപയുടെ വികസന പദ്ധതി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? ഇല്ല സാർ, അല്ലല്ലോ. അവർ ചെയ്ത പദ്ധതികളെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പിന്നെ ഞങ്ങൾ പത്രത്തിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡ് എഴുതി എല്ലാ ഭാഗത്തും വെച്ച് അതിൽ സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കണം. സാറേ, ലൈറ്റ് വെച്ച് പറഞ്ഞിട്ട് ബോർഡുകൾ കാണുന്നുണ്ട്. ലൈറ്റിനേക്കാൾ ഫ്ലെക്സ് ബോർഡാണ് ഇപ്പൊ കൂടുതൽ. ലൈറ്റിനേക്കാൾ ഫ്ലെക്സ് ബോർഡാണ് കൂടുതൽ. എന്താ ചെയ്യും മൊത്തത്തിൽ അവസ്ഥ? മൊത്തത്തിൽ മണ്ഡലത്തില് പരാജയമാണ്. ആണോ? ആര്?
മറ്റേ ഓ അത് ശരി, ഞാൻ വിചാരിച്ചിട്ട് അത് ശരി. കാരണം ഇവിടെ ഒരു പദ്ധതിയും ഇവിടെ നടന്നിട്ടില്ല അവരുടെ. പിന്നെ എന്താ കുറേ തൊഴിലുറപ്പുകാർ നിൽക്കുമ്പോൾ അവരുടെ കൂടെ പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിനിധി ആയിരുന്നില്ലേ രമ്യ? അല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല 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 ബ്ലോക്ക് പ്രസിഡന്റൊക്കെ ആണെങ്കിലും ഇവിടെ പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ് നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത്, രാധാകൃഷ്ണൻ. രാധാകൃഷ്ണേട്ടൻ. അവരെ എന്തായാലും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടെ നിങ്ങൾ ഈ കർഷകരുടെയും തൊഴിലുറപ്പുകാരുടെയും ഒക്കെ കാര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? മാറ്റങ്ങൾ പറഞ്ഞാൽ തൊഴിലുറപ്പിലൊക്കെ പുരോഗമനങ്ങൾ വരിക പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം ആ പൈസൻ്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഈ എംപിയുടെ സേവനം കിട്ടിയിട്ടുണ്ടോ? എംപിയുടെ സേവനമൊന്നും ഞങ്ങൾക്കില്ല, കിട്ടിയിട്ടില്ല. ഇല്ല. ഞങ്ങളുടെ അറിവിലൊന്നുമില്ല, ഞങ്ങളുടെ അറിവിലൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. 1734 കോടി അതൊക്കെ വെറും പ്രസരണം മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും അത് കാണിച്ചു തരണം. എവിടെയാണ് ചോദിക്കുമ്പോൾ ബോർഡ് ഫ്ലെക്സ് അല്ല, അത് ഫ്ലെക്സിനേക്കാളും നമ്മളത് അവിടെ ഒരു എന്താണോ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കാണിച്ചു തരേണ്ടത്. ഇവർ ഫ്ലെക്സ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലെക്സ് ആണോ? അത് ഫ്ലെക്സിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഫ്ലെക്സ് അല്ല, യഥാർത്ഥത്തിൽ ആ വികസനം കാണണം എന്നാണ് പറയുന്നത്. നിയോജക മണ്ഡലത്തിൽ നടത്തിയ മുഴുവൻ വികസന പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. എന്താ തൊഴിലുറപ്പ് ഫണ്ട് കൊണ്ടുവന്നത് ഒന്നാം UPA സർക്കാരാണ്. ഇപ്പൊ നിലവിലൊരു ഈ വെട്ടിക്കുറച്ചതിനെതിരെ MP എന്ന നിലയിൽ ഒരു എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഇവിടെ ഒരു ലൈവ് ഷോയില് വികസനം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോ നിങ്ങളത് വിവരാവകാശത്തിൽ ചോദിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം നമ്മളെ കളിയാക്കുന്നത് പറഞ്ഞുകൂടെ? ഇത് 7 മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു പാർലമെന്റ്. ഈ ആലത്തൂർ ഒരു ഭാഗത്ത് വന്നിട്ട് വികസനം ഇല്ല എന്ന് പറയുന്നല്ല. പറമ്പേക്കുളം മുതൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വരെ നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പാലങ്ങളും റോഡുകളും അത്യാവശ്യം എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ്, തീർച്ചയായിട്ടും ശുദ്ധ നുണയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന് ഈ തേരൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരുന്നൊരു സമൂഹത്തിനിടയ്ക്ക് വന്ന് നമ്മൾ ഇച്ചിരി ചകടയൊക്കെ ഉണ്ടാക്കി. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പെരുങ്കുളത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഒറ്റക്കെട്ടാണ് അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പോൾ തേരൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നല്ല ചൂടും ആവേശവുമുള്ള ചർച്ചകളൊക്കെ നിങ്ങൾ പൊതുവെ കൂടി ഇത് ചർച്ചയൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട് പാലത്തൂരും. അപ്പോൾ ആലക്കാട്ടെ പെരുങ്കുളത്ത് നിന്ന് നമ്മളിനി കുറച്ച് താഴേക്ക് പോകാം. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ? ദോശ, കഞ്ഞിയ, പുട്ട, ഇഡ്ഡലിയാ? ദോശ. ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ പാലക്കാട്ടുകാരുടെ ദേശീയ ഭക്ഷണം ദോശയാ അല്ലേ? മൊത്തത്തിൽ ഇവിടുത്തെ പാലക്കാട്ടെ ദോശ കഴിക്കാൻ നല്ല ദോശ, ചമ്മന്തി, ചട്നി, കാന്തി ചട്നി ഉണ്ട് അല്ലേ? അന്നൊരു ദോശ വരുമോ? ഓ അപ്പൊ ദോശ തരും എന്നുള്ളതാണ്. സത്യസന്ധമായി പറഞ്ഞു. എല്ലാവരും കൂടി വന്നാൽ ഉടനെ തരാനില്ല എന്ന് പറഞ്ഞു. സന്തോഷം. ഞങ്ങൾ പിന്നെ ഒരിക്കൽ വരാം. ഓക്കെ. അപ്പോൾ തേരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പെരുങ്കുളം ഗ്രാമം. ഇതാണ് ആ പെരുങ്കുളം ഗ്രാമം. നമ്മളിനി കുറച്ചൊരു ഭാഗത്തേക്ക്